പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രവാസികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ സ്വപ്നഭൂമിയാണ് ദുബായ് ഉൾപ്പെടെയുള്ള UAE നഗരങ്ങൾ. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സുരക്ഷിതമായ ഭാവിയും തേടി ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ മണലാരണ്യത്തിലേക്ക് കുടിയേറി. എന്നാൽ പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഈ സ്വപ്നഭൂമിയുടെ തിളക്കം കെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടായ കടുത്ത ആഗോള സൈനിക സംഘർഷങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് കൂടി വ്യാപിച്ചതോടെ UAEയിലെ തൊഴിൽ വിപണി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. മിസൈൽ, ഡ്രോൺ ആക്രമണ ഭീഷണികൾ UAEയുടെ സാമ്പത്തിക സ്രോതസ്സുകളായ വ്യോമയാന, ടൂറിസം മേഖലകളെ നേരിട്ട് ബാധിച്ചപ്പോൾ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളാണ്. ജോലി നഷ്ടപ്പെടലും ശമ്പളം വെട്ടിക്കുറയ്ക്കലും പുതിയ അവസരങ്ങളുടെ അഭാവവും കാരണം അതിജീവനം മാത്രമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ പ്രവാസ ജീവിതം. യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് താഴെത്തട്ടിലുള്ള ജീവനക്കാരെയും ഇടത്തരം പ്രവാസികളെയുമാണ്. കമ്പനികൾ പൂട്ടുകയോ പ്രവർത്തനം ചുരുക്കുകയോ ചെയ്യുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന അവസ്ഥയിലാണ് ഉടമകൾ. ഇന്ത്യയിൽ നിന്നുള്ള മുജീബ് റഹ്മാൻ എന്ന അക്കൗണ്ടന്റിന്റെ അനുഭവം ഇതിനുദാഹരണമാണ്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാറ്ററിംഗ് കമ്പനി കൃത്യമായ ബിസിനസ് ഇല്ലാത്തതിനാലും പണമൊഴുക്ക് നിലച്ചതിനാലും അടച്ചുപൂട്ടേണ്ടി വന്നു. പുതിയൊരു ജോലി തേടി റെസ്യൂമിയുമായി കമ്പനികളുടെ പടവുകൾ കയറുന്ന ആയിരക്കണക്കിന് പ്രവാസികളിൽ ഒരാളാണ് ഇന്ന് മുജീബ്. കമ്പനികളൊന്നും ഇപ്പോൾ പുതിയ ആളുകളെ എടുക്കുന്നില്ലെന്നും എല്ലാവരും എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ഗാർഹിക ജീവനക്കാരുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല. ഫിലിപ്പീൻസിൽ നിന്നുള്ള ജോയ് വിവന്ത എന്ന സ്ത്രീ താൻ ജോലി ചെയ്തിരുന്ന വിദേശ കുടുംബം യുദ്ധഭീതിയെ തുടർന്ന് രാജ്യം വിട്ടതോടെയാണ് പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ 4 മാസമായി പുതിയൊരു വീട്ടുജോലിക്കായി അവർ നടത്തുന്ന അന്വേഷണങ്ങൾ ഇനിയും ഫലം കണ്ടിട്ടില്ല. സ്വന്തം നാട്ടിലെ 4 കുട്ടികളുടെ പട്ടിണി മാറ്റാൻ ദുബായിലെ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങുക എന്നതും ചിന്തിക്കാൻ പോലുമാകാത്ത കാര്യമാണ്. ദുബായിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ 2 പ്രധാന തൂണുകളാണ് വിദേശ സഞ്ചാരികളും വ്യോമയാന മേഖലയും. എന്നാൽ പശ്ചിമേഷ്യൻ ആകാശത്ത് സംഘർഷങ്ങൾ വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയതോടെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ വൻ കുറവുണ്ടായി. ഇത് ടൂറിസത്തെയും അനുബന്ധ റീറ്റെയിൽ വ്യാപാരത്തെയും തകിടം മറിച്ചിരിക്കുകയാണ്. ഫിക്സഡ് ശമ്പളത്തിൽ നിന്ന് കമ്മീഷൻ വ്യവസ്ഥയിലേക്ക് മാറാൻ പല സ്ഥാപനങ്ങളും ജീവനക്കാരെ നിർബന്ധിച്ചിരിക്കുകയാണ്. ബിസിനസ് ഇല്ലാത്തതിനാൽ ദിവസേനയുള്ള വരുമാനം പകുതിയിലധികമായി കുറഞ്ഞിരിക്കുന്നു. UAEയിലെ തൊഴിലുടമകൾക്കിടയിൽ നടത്തിയ പുതിയൊരു സർവേ പ്രകാരം വരും മാസങ്ങളിൽ വലിയ രീതിയിലുള്ള തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന നൽകുന്നത്. സർവേയിൽ പങ്കെടുത്ത 400-ലധികം വരുന്ന കമ്പനികളിൽ 4-1 സ്ഥാപനങ്ങളും 2026 3-ാം പാദത്തിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ പദ്ധതിയിടുന്നുണ്ട്. 33% കമ്പനികൾ തൽക്കാലം പുതിയ നിയമനങ്ങൾ പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ജോലിയിലുള്ളവർക്ക് പോലും പകുതി ശമ്പളം മാത്രം നൽകി നിർബന്ധിത അവധിയിൽ വിടുന്ന പ്രവണതയും വ്യാപകമാണ്. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ബിസിനസ്സുകളെ രക്ഷിക്കാൻ UAE സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ബിസിനസ് മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി $680 മില്യൺ മൂല്യം വരുന്ന സാമ്പത്തിക സഹായ പാക്കേജുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രതിസന്ധി താൽക്കാലികമായ ഒരു പ്രതിഭാസം മാത്രമാണെന്നും രാജ്യം ഉടൻ തന്നെ പഴയ സാമ്പത്തിക കരുത്തിലേക്ക് തിരിച്ചു വരുമെന്നും അധികൃതർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. എന്നാൽ വലിയ കോർപ്പറേറ്റുകൾക്കും നിക്ഷേപകർക്കും ഈ പാക്കേജുകൾ ആശ്വാസമാകുമ്പോഴും നിത്യവൃത്തിക്കായി കഷ്ടപ്പെടുന്ന സാധാരണ പ്രവാസി തൊഴിലാളികൾക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ നേരിട്ട് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. യുദ്ധഭീതി മാറി സാധാരണ നില കൈവരുന്നതുവരെ തങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെ സാധ്യമാക്കുമെന്ന ആശങ്കയിലാണ് ഭൂരിഭാഗം പ്രവാസികളും. ഗൾഫിലെ തൊഴിൽ പ്രതിസന്ധി വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് അത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ ഗ്രാമങ്ങളെയും കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെ ആശ്രയിച്ചാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നത്. ദുബായിൽ ഹോട്ടൽ ഹൗസ് കീപ്പിംഗിൽ ജോലി ചെയ്തിരുന്ന വെങ്കിട്ടിനെ പോലെയുള്ള അനേകം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. കുട്ടികളുടെ സ്കൂൾ ഫീസും പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സാ ചെലവുകളും എങ്ങനെ മാനേജ് ചെയ്യുമെന്നറിയാതെ ഇവർ വലയുകയാണ്. വീണ്ടും ദുബായിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഭാവി തന്നെ ഇരുട്ടിലാകുമെന്ന ഭീതിയിലാണ് ഈ പ്രവാസി കുടുംബങ്ങൾ. സ്വപ്നങ്ങളുടെ നഗരമായിരുന്ന ദുബായ് ഇന്ന് കഠിനമായ അതിജീവനത്തിന്റെ പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരതകളും യുദ്ധങ്ങളും എത്രത്തോളം ആഴത്തിലാണ് സാധാരണ മനുഷ്യ ജീവിതങ്ങളെ ബാധിക്കുന്നത് എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. UAE സർക്കാരിന്റെ സാമ്പത്തിക ഇടപെടലുകളും പ്രതിരോധ സംവിധാനങ്ങളും പ്രവാസികൾക്ക് ഒരളവ് വരെ സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിലും സാമ്പത്തിക അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും പ്രതിസന്ധികളെ ധീരമായി നേരിട്ട് ശീലിച്ച പ്രവാസി സമൂഹം ഈ കരിനിഴലിലും മാറി പുതിയൊരു പുലരിയുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം തിരിച്ചു വരികയും വ്യവസായശാലകൾ സജീവമാകുകയും ചെയ്താൽ മാത്രമേ പ്രവാസ ലോകത്തിന് തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.